റോഡ് അടച്ചിട്ട് എന്താ പറയുക, മേൽമുറിക്കാരെ കുറച്ച് ആൾക്കാർ എന്നെ ഇടങ്ങറാക്കി. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ പകരം വീട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടങ്ങറാക്കിയപ്പോൾ ഞാൻ എന്താക്കി, റോഡ് പണിയുണ്ട് കുറച്ച് ലാഗ് ചെയ്തിട്ടേ അങ്ങനെ ഉണ്ട് കൊണ്ടുപോയി. അങ്ങനെ എല്ലാവരും ഒന്നാണ്ട് ഇടങ്ങറാവട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ കയറാക്കി വേറെ റോഡുണ്ട്, ബാക്കി എല്ലാവരും ഇടങ്ങറാവട്ടെ. അതാണ് അവസ്ഥ. ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇനി ആൾക്കാരെന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്താക്കുമെന്ന് അറിയോ, റോഡ് പണി എടുക്കാൻ ആളുകൾ സമ്മതിക്കണില്ല എന്ന് കോൺട്രാക്ടർ ഞാൻ എഴുതി കൊടുക്കും. അപ്പോൾ അത് അവിടെ കിടക്കും. അങ്ങനെ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ റോഡ് പണിയിലൂടെ പകരം വീട്ടണം. എങ്ങനെയുണ്ട് സാറേ, ഉഷാറല്ലേ? നമുക്ക് എത്രയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബ ജ്വല്ലറിക്കൊപ്പം. തൂബ ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. തന്റെ പേരിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ മറുപടിയുമായി ഒഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിന പാലേരി. തനിക്കെതിരെ ഉയരുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അവർ പറഞ്ഞു. പഠനകാലത്തെ സുഹൃത്തുക്കളുടെ വാട്സപ്പ് കൂട്ടായ്മയിലെ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ തമാശ രൂപേണ പറഞ്ഞ സംഭാഷണ ഭാഗം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും സജിന പാലേരി പറഞ്ഞു. നേരത്തെ പഞ്ചായത്തിലെ ഇടതുപക്ഷ അംഗങ്ങൾ വൈസ് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രചരിക്കുന്ന ശബ്ദ സന്ദേശത്തിനെതിരെ സജിന പാലേരി തന്നെ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. തനിക്കെതിരെ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശവും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലെന്നും പഠനകാലത്ത് സുഹൃത്തുക്കളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ തമാശ രൂപേണ പറഞ്ഞ സംഭാഷണ ഭാഗം എഡിറ്റ് ചെയ്ത് തനിക്കെതിരെ പ്രചരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം തന്നെ റോഡിൻ്റെ കോൺക്രീറ്റ് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെന്നും റോഡ് പണി അടുത്ത ദിവസം തന്നെ നടക്കുന്നുണ്ടെന്നറിഞ്ഞ ചിലർ തനിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണെന്നും സജിന പാലേരി പറഞ്ഞു. എൻ്റെ വാർഡിലെ ഒരു റോഡിൻ്റെ കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട് എൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന വോയിസ് മെസ്സേജ് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. എൻ്റെ പഠനകാലത്തെ സുഹൃത്തുക്കളടങ്ങിയ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലെ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ തികച്ചും തമാശ രൂപത്തിൽ പറഞ്ഞ സംഭാഷണ ഭാഗം എഡിറ്റ് ചെയ്ത് എനിക്കെതിരെ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ ഈ റോഡിൻ്റെ കോൺക്രീറ്റ് ആരംഭിച്ചിട്ടുണ്ട്. റോഡ് കോൺക്രീറ്റ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ് ചില വ്യക്തികൾ എനിക്കെതിരെ ഇത്തരം മെസ്സേജുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. സത്യം എന്താണെന്ന് എൻ്റെ വാർഡിലുള്ളവർക്കും അതുപോലെ നാട്ടുകാർക്കും നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ 4 വർഷവും ഈ വാർഡിന് വേണ്ടി ഞാൻ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ വളരെയധികം പരിശ്രമിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ സാറിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ഈ റോഡിന് 50 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടിയത്. ഇക്കാര്യവും എൻ്റെ നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ തികച്ചും തെറ്റിദ്ധാരണാജനകമായി പ്രചരിപ്പിക്കുന്ന ഈ വോയിസ് മെസ്സേജിൻ്റെ സത്യാവസ്ഥ എല്ലാവരും തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി വൈസ് പ്രസിഡന്റിന്റെ ശബ്ദ സന്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ജനങ്ങളെ അധിക്ഷേപിക്കുകയും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്നടക്കം ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ സുഹൃത്തുക്കളുമായി നടത്തിയ തമാശ രൂപേണ നടന്ന സംഭാഷണം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. കൂടാതെ റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചതായും അവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, താനൂർ.